അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് അതിനായിട്ട് വീട്ടിൽ പോണത്. നമ്മൾ നോർമലി അവിടെ ഉണ്ടെങ്കിൽ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നല്ലാണ്ട് അതിനായിട്ട് അങ്ങനെ പോവാറില്ല കേട്ടോ. ഓട്ടോ വിളിച്ചിട്ടാട്ടോ പോയത്. വേറെ ഒന്നുമല്ല, തേജുവിന് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് കാലിന് ചെറിയ വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മളിതേ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതേ ഡ്രസ്സ് വാങ്ങിയിട്ടോ, അതായത് ഒരു ഷർട്ടും അമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ടും കൊടുത്തു. സാധാരണ വിൻഷേട്ടനാണ് കേട്ടോ അതൊക്കെ വാങ്ങി ഇങ്ങനെ കൊടുക്കാറ്. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ വാങ്ങി പോണത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അച്ഛനോടും അമ്മോടും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ വരുന്ന കാര്യം. ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അവർ പ്രതീക്ഷിച്ചിട്ടും ഇല്ല കേട്ടോ വരുന്നത്. സാധാരണ ഇങ്ങനത്തെ ആഘോഷങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾ ആര്യാണ് കേട്ടോ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ്. പിന്നെ മാളൂനിയും ടീമിനും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റോട്ടിലേക്ക് ഒന്ന് കയറി നിൽക്കാൻ പറഞ്ഞിട്ട്. അമ്മ പണി മാറ്റി വന്ന നേരായിരുന്നു കേട്ടോ. അമ്മതേ ക്യാമറ കണ്ടപ്പോൾ ഓടി നടന്നു. വേറെ ഒന്നല്ല, അമ്മയുടെ കോലാണ് ഞാൻ പണി മാറ്റി വന്ന് കയറിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വേഗം കുളിച്ചോ, നമുക്ക് വേഗം കേക്കൊക്കെ കട്ട് ചെയ്യാം. അങ്ങനെ അമ്മ നേരെ വേഗം കുളിക്കാൻ കയറിയിട്ടോ. പിന്നെ അതേ ഫ്രിഡ്ജിൽ ചക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് ഷെയർ ഇട്ട് കഴിച്ചു കൂട്ടാ. പിന്നെ ഇതാ ഞങ്ങൾ അച്ഛനെ കാത്തിട്ടാണ് നിൽക്കുന്നത്. അച്ഛന് കറക്റ്റ് ഇതേ ഈ ഒരു ദിവസം അച്ഛന് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാൻ വൈകുമെന്ന് പറഞ്ഞു. ഇതിൽ ഞങ്ങൾ അച്ഛൻ വരുന്നത് വരെ കാത്തു നിന്നു കേട്ടോ. ആ നിപ്പാണ് കാണണത്. പിന്നെ അത് അച്ഛൻ കയറി വന്നു. ഞാനും തേജോടെ ഒളിച്ച് കിടന്നു കേട്ടോ. അർജുന്റെ കൈയൊന്നും ഒടിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാന്നും പറഞ്ഞിട്ടാട്ടെ ഞങ്ങൾ അച്ഛനെ വേഗം ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്. പക്ഷെ അച്ഛൻ കണ്ട പാടെ പറഞ്ഞത് എന്താണെന്നറിയോ, അയ്യോ അച്ചാച്ച ഒന്നും കൊടുന്നിട്ടില്ലല്ലോ, അച്ചാച്ച പാപ്പൊന്നും വാങ്ങിയില്ല, എന്താടാ വരണ കാര്യം പറയാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് തേജുവിന്റെ അടുത്ത് ഭയങ്കര ഡയലോഗ് ആടുന്നു. പിന്നെ വേഗം പാപ്പ് വാങ്ങി വരാന്ന് പറഞ്ഞിട്ട് പോവാന്ന് കിടന്നുട്ടാ ആള്. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കടയിൽ പോവാന്നും പറഞ്ഞിട്ട് ഞങ്ങളിതേ വേഗം കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ. അല്ലെങ്കിൽ അച്ഛൻ വേഗം വല്ല കടയ്ക്ക് ഓടും. പിന്നെ ഞങ്ങളിതേ കേക്കൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ആര്യനെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെയൊക്കെ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ആൾ ആര്യ മാത്രമാണ് കേട്ടോ. ഇത് കഴിഞ്ഞ പാടെ ഇത് അച്ഛൻ കടയിലേക്ക് ഓടിയേ. പിന്നെ അതിന്റെ ഇടയിൽ ഇത് അച്ഛന്റെ പെങ്ങളാട്ടോ, ഇത് അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. അമ്മായി ഇത് അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി വന്നതായിരുന്നു. പിന്നെ ഇത് അച്ഛൻ പാപ്പും കാര്യങ്ങളൊക്കെ തേജുവിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഇങ്ങനെയാണ്, അച്ഛൻ പണ്ടൊട്ടേ ഇങ്ങനെയാണ്. അച്ഛൻ എപ്പോൾ പണി മാറ്റി വരുമ്പോഴും ഇങ്ങനെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ കൈ നിറച്ച് പലഹാരം കൊണ്ടാട്ട വരിക. പിന്നെ തേജ് ഉണ്ടായതിനു ശേഷം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിക്കൊണ്ടുവരില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതേ നിറയെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. അതിന്റെ ഒരു സമാധാനക്കേടായിരുന്നു ഞങ്ങളെ കണ്ട വഴിക്ക് കണ്ടത്. സാധനങ്ങളൊന്നും വാങ്ങിയില്ല എന്നാട്ടോ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതേ സമ്മാനവും കാര്യങ്ങളൊക്കെ എന്നിട്ടാട്ടോ കൊടുത്തത്. പിന്നെ ഇതേ പിള്ളേരൊക്കെ കൂടി കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇത് അവർക്ക് വീട്ടിൽ നിന്ന് വിളി വന്നു കേട്ടോ വരാൻ പറഞ്ഞിട്ട്. കുറെ നേരമായില്ലോ. അങ്ങനെ അവർ പോയി. കുറെ കണ്ട് നമ്മളിതേ ചോറും മീൻകറിയും മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല, കാരണം അവരങ്ങനെ വെഡിങ് ഡേയോ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയൊന്നും ആഘോഷിക്കില്ല കേട്ടോ. ഞങ്ങളുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ഒന്ന് ആഘോഷിപ്പിക്കും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മളിത് നേരെ എടുക്കാൻ നോക്കി. അച്ഛൻ വിൻഷേട്ടൻ പാലക്കാട് പോയോണ്ട് തന്നെ വിൻഷേട്ടൻ ഞങ്ങളുടെ ഒപ്പം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വിൻഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. മെയിനായിട്ട് ഞാൻ ചാർജറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ അതൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാട്ടോ ചെയ്തത്.